സംസ്ഥാനത്തെ ജയിലുകൾ നിറയുന്നു. തടവുകാരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനവിനനുസരിച്ച് പാർപ്പിക്കാൻ സൗകര്യങ്ങളില്ലാത്തതാണ് റിമാൻഡ് ശിക്ഷാ തടവുകാരെ കൊണ്ട് ജയിലുകൾ നിറയാനുള്ള കാരണം. സംസ്ഥാനത്തെ ജയിലുകളിൽ 10,000-ത്തിലധികം തടവുകാരാണുള്ളത്. 87 തടവുകാരെ പാർപ്പിക്കാൻ കഴിയുന്ന കാക്കനാട് ജില്ലാ ജയിലിലുള്ളത് 208 പേരാണ്. റിമാൻഡ് തടവുകാർ, വിചാരണ തടവുകാർ, ശിക്ഷാ തടവുകാർ എന്നിവരുടെയെല്ലാം എണ്ണത്തിൽ വലിയ വർധനവാണുള്ളത്. 7,000 തടവുകാരെ പാർപ്പിക്കാൻ സൗകര്യമുള്ളിടത്താണ് സംസ്ഥാനത്ത് 10,000 തടവുകാരുള്ളത്. കാക്കനാടുള്ള എറണാകുളം ജില്ലാ ജയിലിൽ 87 പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണുള്ളത്. എന്നാൽ നിലവിൽ 208 പേരാണ് ജയിലിലുള്ളത്. 11 പേർക്കുള്ള വനിതാ ജയിലിൽ 21 പേരുണ്ട്. A, B, C, D ബ്ലോക്കുകളാണ് കാക്കനാടുള്ളത്. C ബ്ലോക്ക് അക്രമാസക്തരായ തടവുകാരെ ഒറ്റയ്ക്ക് പാർപ്പിക്കാനുള്ളതാണ്. ഒരു സെല്ല് ട്രാൻസ്ജെൻഡേഴ്സിനും മാറ്റിയിട്ടുണ്ട്. മറ്റു സെല്ലുകളിൽ തിങ്ങിയാണ് ആളുകളുള്ളത്. എറണാകുളം, മട്ടാഞ്ചേരി, ആലുവ സബ് ജയിലുകളിലും മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലിലും തടവുകാരുടെ എണ്ണം കൂടുതലാണ്. 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരാണ് ജില്ലാ ജയിലുകളിലുള്ളത്. 3 മാസം വരെയുള്ളവരാണ് സബ് ജയിലുകളിലുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ജയിലുകളൊന്നും കൂടുതൽ തടവുകാരെ പാർപ്പിക്കാനാകുന്ന വിധം കൂടുതൽ സെല്ലുകളോ സൗകര്യങ്ങളോ ഉള്ളതല്ല. കാക്കനാട് സെല്ലുകൾ ഒറ്റ നിലകളിൽ മാത്രമായുള്ളതാണ്. കുറ്റകൃത്യങ്ങളുടെ എണ്ണവും കേസുകളും വർദ്ധിച്ചതോടെയാണ് ജയിലുകളിലെ സ്ഥല സൗകര്യം തികയാതെ വരുന്നത്. ലഹരിമരുന്ന് കേസുകൾക്ക് പുറമെ ED അറസ്റ്റ് ചെയ്ത കരുവന്നൂർ കണ്ടല ബാങ്ക് തട്ടിപ്പുകൾ, മറ്റു നിക്ഷേപ തട്ടിപ്പ് കേസ് പ്രതികൾ, താനൂർ കേസിൽ CBI അറസ്റ്റ് ചെയ്ത പോലീസുകാർ അടക്കമുള്ളവർ കാക്കനാട് ജില്ലാ ജയിലിലാണുള്ളത്. പുതിയ ബ്ലോക്കുകൾ നിർമ്മിച്ചും സ്ഥലം ഏറ്റെടുത്ത് പുതിയ ജയിലുകൾ നിർമ്മിച്ചും ജയിലുകളിലെ നിലവിലെ സാഹചര്യത്തിന് പരിഹാരം കാണാൻ കഴിയും. ജനം, കൊച്ചി.